ഗാസയിലെ വെടിനിർത്തൽ കരാറിന്റെയും ഭാഗമായി മോചിപ്പിക്കുന്ന ബന്ദികളുടെ പേര് പുറത്തുവിട്ട ഹമാസ് ശനിയാഴ്ച മോചിപ്പിക്കുന്നത് കരീന അരിയേവ്, ഡാനിയേല ഗിൽബോവ, നാമ ലിവി, ലിറി അൽബാഗ് എന്നിവരെ 4 പേരും ഇസ്രായേലി സൈനികരാണ്. ഇവർക്ക് പകരമായി 180 പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കും. വിവരങ്ങളുമായി അനുപമ ശ്രീദേവിയുണ്ട്. വിവരങ്ങൾ നൽകാൻ അനുപമ, ഈ ബന്ദികളുടെ മോചനം അത് ഏത് ഘട്ടത്തിൽ ഇപ്പോഴെത്തി, എന്തൊക്കെയാണ് വിവരങ്ങൾ? അരുണ്യ, ഇക്കഴിഞ്ഞ ഞായറാഴ്ച ജനുവരി 19 ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. നീണ്ടകാലത്തെ ചർച്ചകൾക്ക് ശേഷം ഇതിന്റെ ഭാഗമായിട്ട് ആദ്യഘട്ടത്തിൽ 33 പേരെ മോചിപ്പിക്കുന്നതിൽ 3 സ്ത്രീകളുടെ മോചനം ഞായറാഴ്ച തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു ആദ്യഘട്ടത്തിന്റെ ഭാഗമായിട്ട് അവശേഷിക്കുന്നവരിൽ 4 പേരുടെ മോചനമാണ് ഇപ്പോൾ ശനിയാഴ്ചത്തേക്ക്, അവരുടെ പട്ടികയാണ് ഇപ്പോൾ ശനിയാഴ്ചത്തേക്ക് മോചിപ്പിക്കപ്പെടുന്ന 4 പേരുടെ പട്ടികയാണ് ഇപ്പോൾ ഹമാസ് ഇസ്രയേലിന് കൈമാറിയിരിക്കുന്നത്. ഈ വിവരങ്ങൾ ലഭിച്ചതായി ഇസ്രയേലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 4 പേർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നാൽ നാളെ മോചിപ്പിക്കുന്ന 4 പേരും സൈനികരാണ്. ഇസ്രയേലിന്റെ വനിതാ സൈനികരാണ് നാളെ മോചനത്തിൽ കാത്തിരിക്കുന്നത്. ഇവരുടെ പേരുകൾ പറഞ്ഞതുപോലെ തന്നെ കരീന അരിയേവ്, ഡാനിയേല ഗിൽബോവ, നാമ ലിവി, ലിറി അൽബാഗ് എന്നിവരാണ് നാളെ മോചിപ്പിക്കപ്പെടുന്നത്. ഇതിൽ ലിറി അൽബാഗ് 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു വനിതാ സൈനികയാണ്. ഇവർ 4 പേരും ഈ ഇസ്രയേൽ ഗാസ അതിർത്തിയിൽ നിരീക്ഷണ ചുമതലയുണ്ടായിരുന്ന ഒരു സൈനിക വിഭാഗത്തിന്റെ ഭാഗമായിരുന്നു. ഈ സംഘർഷം ആരംഭിച്ച 2023 ഒക്ടോബർ 7 സംഘർഷ സമയത്ത് ഇവർ നഹലോസ് സൈനിക താവളത്തിൽ നിന്ന് പിടിയിലായവരാണ്. ഇവരുടെ ദൃശ്യങ്ങൾ പലപ്പോഴായി, പ്രത്യേകിച്ച് സൈനികരുടെ ദൃശ്യങ്ങളാണ് ഹമാസ് പലപ്പോഴായി പുറത്തുവിട്ടുകൊണ്ടിരുന്നത്. ഇവരുടെ ദൃശ്യങ്ങൾ പലപ്പോഴായിട്ട് ഹമാസ് പുറത്തുവിട്ടിരുന്നു. ഈ ഒരു വെടിനിർത്തലിലേക്ക് നയിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇസ്രയേലിനെ സമ്മർദ്ദത്തിലാക്കാൻ ഉപയോഗിച്ചത് ഈ കൂടുതലും ഇസ്രയേലിൽ നിന്നുള്ള വനിതാ സൈനികരായിരുന്നു. ഇവരുടെ മോചനവും വളരെ ദുഷ്കരമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. എന്നുവെച്ചാൽ സാധാരണക്കാരെ വിട്ടയക്കുന്നതിലും കൂടുതൽ സങ്കീർണമായിട്ടുള്ളതും കൂടുതൽ സുരക്ഷ ആവശ്യപ്പെടുന്നതുമായിട്ടുള്ളൊരു കൈമാറ്റമാണ് നാളെ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ 33 പേരെ മോചിപ്പിക്കുമെന്ന് പറയുന്നതിൽ ആദ്യ ആഴ്ച ഇപ്പോൾ ഈ നാളെ മോചിപ്പിക്കുന്ന 7 പേരടക്കം, നാളെ മോചിപ്പിക്കുന്ന 4 പേരടക്കം 7 പേരുടെ മോചനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇനി അവശേഷിക്കുന്നത് 26 പേരാണ്. അതിൽ 3 പേരുടെ മോചനം, 3 പേർ സ്ത്രീകളാണ്. ഈ അവശേഷിക്കുന്ന 26 പേരുടെ മോചനം ഉണ്ടാകാൻ പോകുന്നത് അടുത്ത 5 ആഴ്ചകളിലായിട്ടാണ്. അരുണ്യ, ഗാസയിലെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി മോചിപ്പിക്കുന്ന ബന്ദികളുടെ പേര് വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ് ഹമാസ്. ശനിയാഴ്ചയാണ് ഇവരെ മോചിപ്പിക്കുന്നത്. 4 പേരും ഇസ്രായേലി സൈനികരാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു അനുപമ ശ്രീദേവി.